ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പറശ്ശിനിക്കടവിലാണ്. നമ്മൾ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി, നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ്. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി നമ്മളിനി മറ്റേ മുത്തപ്പൻ്റെ ടെമ്പിൾ ഉണ്ടല്ലോ പറശ്ശിനിക്കടവ്, അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ അവിടെ പുറത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും പോവുക. ഓൾമോസ്റ്റ് എല്ലാവരും റെഡിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാനിതൊരു 5ഓ 6ആമത്തെ ടേക്കൊന്നാണ് ഈ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. ഇവിടെ ചില പിള്ളേരുണ്ട്, അവർ എൻ്റെ ഇൻട്രൊഡക്ഷൻ അലമ്പാൻ വേണ്ടി മനഃപൂർവ്വം നിന്നിട്ട് എനിക്ക് എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ പറശ്ശിനിക്കടവിലാണ്. നമ്മളിപ്പോൾ പറശ്ശിനിക്കടവിലാണ്. കണ്ടില്ലേ ഗൈസ്, ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ കുറേ ഇൻട്രോയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ബാക്കി 2-3 നേരം അലമ്പിയൂർ പോയി. അവരിപ്പോൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. പാവം കൊച്ച്, നല്ല കൊച്ചാണ് കേട്ടോ. എന്നെ ഇടയ്ക്ക് വെറുപ്പിക്കുന്നുള്ളൂ എല്ലാവരും, വേറെ സീനൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട കാണിച്ചു തരാം. മാഡം കണ്ട ഗൈസ്, ഇവരാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഇൻട്രൊഡക്ഷൻ അലമ്പാൻ വന്ന പിള്ളേർ. കാണിച്ചുതരാ ഞാൻ പാവം ഞാൻ അങ്ങോട്ട് പോട്ടെ മോനെ, അയച്ചോടാ. ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇവരെന്റെ ബ്ലോഗ് അലമ്പാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ എന്തായാലും ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ, ഞാൻ പാവം, ഒന്നും ചെയ്യരുത് കേട്ടാ. ഇവര് മൊത്തമാണ് ഗൈസ് എൻ്റെ വീഡിയോ, എൻ്റെ ഇതൊക്കെ അലമ്പാൻ വേണ്ടി വന്നത്. ഞാൻ പാവം, എത്ര നേരം എടുത്തിട്ട് വന്നറിയോ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തത്. യു ബ്ലഡി ഫൂൾ. ഗൈസ്, ഇവിടെയാണ് നമ്മൾ വന്നിട്ട് ഫ്രഷൊക്കെ ആയത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഫ്രഷ് കട്ടൻ കാപ്പിയല്ല, കട്ടൻ ചായ അല്ലേ. ചെല്ല്, നിന്നെ വിളിക്കണ എല്ലാവരും ഞാൻ മൈൻഡ് ചെയ്യണല്ല, എന്നെ മൈൻഡ് ചെയ്താൽ തിരിച്ച് മൈൻഡ് ചെയ്യും. ഗൈസ്, ഇവിടെയാണ് ചേച്ചിമാർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടു എന്തേച്ചി? കടലക്കറി. ഓക്കെ, കടലക്കറി അല്ലേ? അരപ്പ് ഒട്ടും. ഇവിടെ ചേട്ടൻ സവാളയൊക്കെ അരിയുന്നുണ്ട്. Come on. എന്നെ ട്രോളാൻ വേണ്ടി നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 പേര്. ഓഹോ ഇതൊക്കെ ഞാനിടും, കുഴപ്പമില്ല. വേണ്ട അയ്യോ, എന്നെ പോക്കണ്ട പ്ലീസ്, വേണ്ട. മോൻ ചെല്ല്. ഇവിടെ എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് പോവുള്ളൂ. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല. വല്ലപ്പോഴും തോന്നിയാൽ മാത്രം കുടിക്കാറുള്ളൂ. എന്നെ ട്രോളാൻ വേണ്ടി എൻ്റെ വീഡിയോ കൊളാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. എന്നെ ഇത്ര നാണം കെടുത്താൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ബ്ലഡി ഫുൾ. ഓക്കെ ഗൈസ്, പിന്നെ കാണാം കേട്ടോ. ബൈ, പിന്നെ കാണാം. അപ്പോൾ നമ്മൾ അവർ ഫുഡ് ഉണ്ടാക്കുന്ന സമയം വരെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചുമ്മാ എല്ലാവരും ഇല്ല, പക്ഷെ കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുന്നു. അവിടേക്ക് കുറച്ച് കയറ്റം പ്രദേശമാണ്. അപ്പോൾ കണ്ടോ, വീടുകളൊക്കെ ഇങ്ങനെ താഴ്ന്നിട്ട്. ഇവിടെ നിറച്ചും മരങ്ങൾ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഏരിയാസ് ഭയങ്കര ഡ്രൈ ആയിരിക്കും, അതായത് മരങ്ങളുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, കുറവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടാ, ഇവിടെ എല്ലാവരുടെയും മരങ്ങളുണ്ട്. മിക്ക വീടിൻ്റെ ചുറ്റും കുറേ മരങ്ങളുണ്ട്. ഉണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ. അവൻ നടന്നതാണ് അവിടെ എത്തി. യു ഗൈസ് വെയിറ്റ്, മീ കമ്മി. ചുമ്മാ കണ്ടോ, വരുന്നു. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിറച്ച് മരങ്ങളാണെന്ന്. ഈ വഴികളൊക്കെ നല്ല രസമില്ലേ, ഒരു പ്രത്യേക വൈബ്. വെയിലിപ്പോൾ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഇതൊക്കെ ഇങ്ങനെ കാണാം. ആ കടിക്കും. എന്തിരിക്കാ എന്റെ തലയിലൊക്കെ എലിയിട്ടു. ആ നിന്റെ കൈ മണത്തോക്കി, നിന്റെ കൈ മണത്തോക്കിയ നീ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ കൊറേ നേരെ എന്നെ ട്രോളണ. ആ ഈ പൂ കൊറേ നാളായി കണ്ടിട്ട്. കണ്ടോ ആ പൂ? കൊള്ളാം. ഇത് കൊറേ പോയി കഴിഞ്ഞാൽ തിരിച്ചത്ര നടക്കണം നമ്മള്. ആ ഞാനിപ്പോ തന്നെ പോവും. നമുക്ക് പോവാം. വല്ല വെള്ളച്ചാട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. ആണോ? എവിടെയെങ്കിലും സൂപ്പറാ സൂപ്പറാ. വാവ് വാവ്, ഇത് നല്ല രസമുണ്ട്. ഇതിന്റെ പേരെന്താന്നാവോ? പിന്നെ സൺഫ്ലവർ ഒന്നല്ല, സൺഫ്ലവറിന്റെ ഡ്യൂപ്പാന്ന് തോന്നുന്നുണ്ട്, ചെറുത്. ഇല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. എവിടെ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ആയ് അടിപൊളി. ആ ഇത് കൊറേ നാളെ എന്റെ വീട്ടിലൊക്കെ പണ്ട് കൊറേ ഉണ്ടായിരുന്നു ഈ പൂവ്. ഇപ്പൊക്കെ പോയി. പല കളറുണ്ട്, പല കോമ്പിനേഷൻസ്. നീ വന്നേ, നിനക്ക് ചൊറിയൂട്ടാ. അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. പാമ്പിന്റെ ഇതാണത് കൂട്. ആ അറ്റൂല്ലേ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും ലാസ്റ്റ്. അല്ല, നമ്മളെ ഇരട്ടി ഭക്ഷണം കഴിക്കേണ്ടി നടന്നു കഴിയുമ്പോ. ഓ അതാണ് നിന്റെ ലക്ഷ്യം. ഇപ്പൊ വരാം. നിങ്ങൾ നടന്നോ, ഞങ്ങൾ വരാം. ആ ഇപ്പൊ വരും. 2 മിനിറ്റ്. ആ 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും. അയ്യോ പട്ടി ഉരയ്ക്കണ കൂട്ടിലല്ലേ. ആ ആ ഇപ്പൊ അവരെ വിളിച്ചിട്ട് വരാം. അവരൊക്കെ തിരിച്ചു പോയി. ഞാൻ ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് ഇനി പോവാൻ. ഇല്ലെങ്കിൽ ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. നല്ല ടീംസാ. സൗണ്ടിൽ ഏതൊക്കെ പട്ടി കിടന്ന് കുറയ്ക്കുന്നുണ്ട്. ഡാടാ നമുക്ക് തിരിച്ചു പോവാം. അവര് ചീത്ത പറയും. അതെ ആ വഴിയുണ്ടാ? ദൈവത്തിനറിയാ. ആ ശരി. മീൻ വറക്കണം വേണം അല്ലേ? ഹായ് അവരെ വിളിക്കേ. അയ്യേ അവരെ വിളിച്ചേ. ഹായ് നമ്മൾ പറഞ്ഞല്ലുള്ളൂ. അപ്പേക്കും വെള്ളം. ഹായ് പുഴ. വെള്ളച്ചാട്ടം ഇല്ല, പുഴയെങ്കിൽ പുഴ ചടിച്ച് ഇങ്ങോട്ട് പോണേ. ശരിയെങ്കി എത്ര ആ ശരി. എടാ ആ ഒട്ടും കുറുമ്പില്ലാത്തോണ്ട് പിന്നെ ആ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കാം. അതെ നമുക്ക് ഹൗസ് ബോട്ടിലോട്ടൊന്നും പോണ്ട. നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് ആ വെള്ളം കണ്ടിട്ട് തിരിച്ചു പോരാം. ബാ. അല്ലല്ല അല്ല, ആനപ്പിണ്ണ ചവിട്ടി മുടി വളരുന്നാ പറയാ. അറിയാണ്ട് ചവിട്ടണം. പക്ഷെ അയ്യ അവർക്കും വരായിരുന്നു നമ്മുടെ കൂടെ. അവര് പോയി. ആ എടാ ഹൗസ് ബോട്ട് പോട്ടെ, ഏതെങ്കിലും ബോട്ട് ഉണ്ടോ നോക്ക്. നമ്മളിവിടെ പുഴയൊക്കെ കണ്ടു. അപ്പൊ നമ്മളിത് കാണാൻ പോവാണ്. നമ്മളിപ്പോ അന്വേഷിക്കും. നല്ല ചീത്ത കിട്ടും ചിലപ്പോ. പക്ഷെ എന്നാലും അവിടെ ഫുഡൊന്നും ആവാത്തോണ്ട് നമ്മൾ നടന്നതാ. അവർ തിരിച്ചു പോയി. ഹായ് അടിപൊളി നൈസ്. ഇവിടെ ഭയങ്കര പ്രകൃതി. ഞാൻ പറഞ്ഞേ ഗൈസ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന്. എവിടെ നോക്കിയാലും മരങ്ങൾ. വാവ്.
നൈസ്. ഏതാ സ്ഥലം കറക്റ്റ്? പറശ്ശിനിക്കടവല്ലേ? വാവ്, അത് നോക്ക്, അടിപൊളി. നേരിട്ട് കാണാനാണ് സൂപ്പർ. ആകാശമൊക്കെ നോക്ക്, വാവ്, ക്ലൗഡ്സ് പൊളി. നോക്ക് ഈ വഴി നോക്ക്. റിയൽമി 9 Pro തന്നെയാണോ അവിടെ കാണിച്ചേ? പിന്നെ ഓ ആ എന്നാലും എന്റെ സെയിം കവറല്ലേ, കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ച് ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് കാലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ചാടണം. അയ്യോ എനിക്ക് ചാടാൻ. എന്താ ചെയ്യണ നിങ്ങള്? എന്തിനാടാ പോട്ടെ എവിടെയെങ്കിലും. എവിടെ എവിടെ എവിടെയത്? ഓ അതെ, ഇത് എവിടെന്നാ ഇത്? നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലേ? അപ്പുറത്തെ കൂടെ എന്തെങ്കിലും ഇറങ്ങാമായിരുന്നു. ആ ഉണ്ട്, ശരി, വേണ്ട, അത്രയ്ക്ക് സഹായിക്കണ്ട കേട്ടാ. നമുക്ക് പോവാം. അടിപൊളി സ്ഥലം, ഭയങ്കര ഇഷ്ടം. ഫോട്ടോ എടുത്തരാം ഗൈസ്. ഇവിടുത്തെ കണ്ട പൂവ് അവിടെ നിറച്ചുണ്ട്. വീഡിയോയിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പോവായിരുന്നു. ഇത് എങ്ങോട്ടാണ് അങ്ങോട്ട് പോണേന്ന് അറിയാൻ പാടില്ല. ആ സൈഡിലോട്ട് അവര് മീനെ പിടിക്കാൻ പോയതാന്ന് തോന്നുന്നു. ഓ ഓ ഓ എവിടെ കാണുന്നില്ല. ഓ വേണ്ട, കൊതിയോ. നിക്ക്, ഇപ്പൊ ചെയ്യാ. നോക്ക്, അതിന്റെ ഉള്ളില് ഞാറ് പോലത്തെ സംഭവം. ഓടാ, വെറുതെ പേടിപ്പിക്കാണ് ഇവര്. ചിലപ്പോ നമ്മള് തിരിച്ചു പോണു. അവര് വിളിച്ചൊന്നുമില്ല, പക്ഷെ തിരിച്ചു പോവാന്ന് വിചാരിച്ചു. ഇത് നോക്ക്, ഇവിടെ ഫുൾ നല്ല രസമുണ്ട്. അതിൽ കൂടെ സമയം ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് പോവായിരുന്നു. പോടാ ഗൈസ്, ഞാൻ പെട്ടെന്ന് പോട്ടെ. ഓടരുത്, ഓടിയാൽ വേർക്കും. ഇപ്പൊ കുളിച്ചുള്ളൂ, കുളിച്ചൊക്കെ വെറുതെ ആവും. വേണ്ട വേണ്ട, വേണ്ട, പോടാ ഗൈസ്. ഇവര് മുത്തലമ്പോണ് ഗൈസ് റോട്ടിൽ കിടന്ന്. അറിയാത്ത ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല, അറിയുന്ന ആൾക്കാരാണെങ്കിൽ കോമഡി ആണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി ചെയ്യാം. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. വന്ന വഴി കൊടുത്തല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനവിടെ ഒരു പൂ കണ്ടപ്പോൾ പറിച്ചു. മറ്റേ കോളാമ്പി പൂ ഇല്ലേ, അതിൻ്റെ വേറെ കളറാന്ന് തോന്നുന്നുണ്ട്, മഞ്ഞ കളറിൻ്റെ വേറെ. നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം മാത്രം കാണാൻ രസമില്ല, പക്ഷെ എല്ലാം കൂടി കാണാൻ രസമുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്. ഇവരെന്റെ ബാഗ് എടുത്തിട്ട് തരണില്ല ഗൈസ്. എടാ അതില് സാധനം ഉണ്ട്, അത് ഇവന്മാരെ കൊണ്ട്. എടാ അങ്ങനെയല്ല, അയ്യേ അയ്യേ, എടുക്കല്ലേ. സ്പ്രേ അല്ല ലാസ്റ്റ് എനിക്ക് എന്റെ ബാഗ് കിട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി നടക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടി നടക്കുമ്പോൾ രസമാണല്ലോ, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകാം. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെയാണ് മുകളിലേക്ക്, ഇങ്ങനെ കയറ്റം പോലെയാണ് റോഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം എഫേർട്ട് ഇട്ട് നടക്കുമ്പോൾ ടയേർഡാവും. അപ്പോൾ ആ പട്ടിയാണെങ്കിൽ പാവം നമ്മുടെ പുറകിൽ ഇങ്ങനെ കൂടെ നടക്കുക. അതിൻ്റെ ഇടയിൽ എവിടെന്നോ വഴിയിൽ വെച്ചിട്ട് കയറി വന്നതാ. അതിൻ്റെ കണ്ണിലാണെങ്കിൽ ഒരു അട്ടയുണ്ട്, ആ പട്ടിയുടെ ഒരു അട്ട ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കാണെങ്കിൽ പേടി, അത് എടുത്ത് കളയാൻ പാവം. നമ്മൾ നടന്ന അവശതയായി ഗൈസ്. നമ്മുടെ വണ്ടി ഫുഡ് റെഡി ആയിട്ടില്ല. അപ്പോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ വഴി ഇറക്കൂല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ നമ്മൾ നടന്ന് പോവാണ് അമ്പലത്തിലേക്ക്. കാരണം 8:30 ആകുമ്പോഴേക്കും വെള്ളാട്ടം എന്ന് പറഞ്ഞ എന്താണ് ആ സംഭവങ്ങളൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ടറിയാം അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല അറിയാം. അപ്പോൾ അതൊക്കെ കഴിയുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ പോകുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. ഫുഡ് കഴിക്കാനായിട്ട് പോയാൽ
ട്രാവലറിന് ഒരാളാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തിലേക്കുള്ള ബസ്സിൽ കയറി. കുറച്ച് പേര് പയ്യെ നടന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെങ്ങനെയോ ബസ് കണ്ടപ്പോൾ ഓടിപ്പടഞ്ഞൊക്കെ ബസ്സിൽ കയറി. അങ്ങനെ എല്ലാവരും ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മളപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, ബൈ.